കിട്ടി 10-ാം തീയതി ആകുമ്പോഴേക്കും അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഇത്രയും പൈസ ഞാൻ എവിടെ ചെലവാക്കി എന്ന് തോന്നിയിട്ടുണ്ടോ? ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, ട്രസ്റ്റ് മീ, കുഴപ്പം നിങ്ങളുടെ കണക്കിൻ്റെതല്ല. യു ആർ കോട്ട് ഇൻ ദ ഇൻവിസിബിൾ സ്പെൻഡിങ് ട്രാപ്പ്. വെൽക്കം ബാക്ക് ടു നീതു ഓൺ സ്റ്റേജ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒക്കെ പോക്കറ്റ് കാലിയാക്കുന്ന, എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ ഒരു വില്ലനെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം UPIയും ഓൺലൈൻ ഷോപ്പിംഗ്, ദ കോർ പ്രോബ്ലം. പണ്ട് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ എന്തായിരുന്നു അവസ്ഥ? പേഴ്സിൽ നിന്ന് 100-ന്റെയോ 500-ന്റെയോ നോട്ടുകൾ എണ്ണിക്കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ സങ്കടം വരും അല്ലേ? പൈസ പോകുന്നതിന്റെ ഒരു പെയിൻ നമ്മൾ നേരിട്ട് അറിയുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കടയിൽ പോയി ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നു, ഒരു പിൻ നമ്പർ അടിക്കുന്നു, ഒരൊറ്റ സെക്കൻഡ്. സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ ഒരു സ്വൈപ്പ്, ആമസോണിൽ വാങ്ങാൻ ഒരു ക്ലിക്ക്, പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. ഫിനാൻസിൽ ഇതിനെയാണ് ഫ്രിക്ഷൻലെസ് സ്പെൻഡിങ് എന്ന് പറയുന്നത്. വാങ്ങുന്നതിന്റെ സന്തോഷം മാത്രം നമ്മൾ അറിയുന്നു, പൈസ പോകുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല. പോരാത്തതിന് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് BNPL, അതായത് ബൈ നൗ പേ ലേറ്റർ. കയ്യിൽ കാശില്ലെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ഇവർ നമ്മളെ പ്രേരിപ്പിക്കും. പതുക്കെ പതുക്കെ നമ്മൾ ഒരു വലിയ ഡെറ്റ് ട്രാപ്പിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. സോ ദ ആക്ഷനബിൾ ഫിക്സസ്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? സാലറി മുഴുവൻ തീർന്നു പോകാതിരിക്കാൻ ഒരു പേഴ്സണൽ ഫൈനാൻസ് എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് 3 പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു തരാം. നമ്പർ 1, ദ 24-hour റൂൾ. എന്തെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങാൻ തോന്നുമ്പോൾ അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്യരുത്. ആ സാധനം കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഫോൺ മാറ്റി വെക്കുക. കൃത്യം 24 മണിക്കൂർ കഴിഞ്ഞ് മാത്രം വീണ്ടും ആലോചിക്കുക. 80% സമയത്തും പിറ്റേ ദിവസം നിങ്ങൾക്ക് ആ സാധനം ശരിക്കും ആവശ്യമില്ലായിരിക്കും. ഇമ്പൾസ് ബൈങ് ഒഴിവാക്കാൻ ഇതിലും നല്ലൊരു ട്രിക്ക് വേറെയില്ല. ആൻഡ് നമ്പർ 2, ദ UPI വാലറ്റ് ലിമിറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ സാലറി വരുന്ന മെയിൻ അക്കൗണ്ട് ഒരിക്കലും GPayയിൽ അല്ലെങ്കിൽ ഫോൺപേയിൽ ലിങ്ക് ചെയ്യാതിരിക്കുക. പകരം ചിലവുകൾക്ക് വേണ്ടി മാത്രം വേറൊരു ചെറിയ അക്കൗണ്ട് തുടങ്ങുക. നിങ്ങളുടെ ആഴ്ചയിലെ ചിലവുകൾക്ക് വേണ്ട തുക മാത്രം മെയിൻ അക്കൗണ്ടിൽ നിന്നും ഈ ചെറിയ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ചിലവാക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കണം. മൂന്നാമത്, ദ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ട്രാക്ക് യുവർ വീക്ക്നെസ്. ഓരോരുത്തർക്കും പൈസ പോകുന്ന ചില വീക്ക്നെസ്സുകൾ കാണും. ചിലർക്ക് അത് ഫുഡ് ഓർഡറിംഗ് ആയിരിക്കും, ചിലർക്ക് മിന്ത്രയിലെ സെയിൽ ആയിരിക്കും. മാസാവസാനം നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു നോക്കുക. എവിടെയാണ് ചെറിയ എമൗണ്ടുകൾ കൂട്ടത്തോടെ പോയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അത് ഐഡന്റിഫൈ ചെയ്താൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. ഓർക്കുക, UPI നമ്മുടെ ജീവിതം എളുപ്പമാക്കാനുള്ളതാണ്, അല്ലാതെ നമ്മളെ ദരിദ്രരാക്കാനുള്ളതല്ല. അതായത് അക്കൗണ്ട് കാലിയാക്കാനുള്ളതല്ല. അപ്പോൾ ഇതിൽ ഏത് റൂളാണ് നിങ്ങൾ നാളെ മുതൽ ഫോളോ ചെയ്യാൻ പോകുന്നത്? അതുപോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ആക്സിഡന്റൽ UPI ചിലവ് സാധാരണ എന്തിനാണ് വരാറുള്ളത്? താഴെ കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആർക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഇങ്ങനെ പോകുന്നതെന്ന്. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നീതു ഓൺ സ്റ്റേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതലും വ്യൂസ് വരുന്നുണ്ടെങ്കിലും അതിനകത്ത് കൂടുതലും അൺസബ്സ്ക്രൈബ്ഡ് വ്യൂവേഴ്സാണ് ഉള്ളതിലും കൂടുതലുള്ളത്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ റെക്കമെൻഡ് ചെയ്യുക. പിന്നെ ഇപ്പം എല്ലാവർക്കും സാലറീഡ് ആയിട്ടുള്ള എല്ലാവർക്കും Form 16 ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ സാലറീഡ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഫ്രീലാൻസേഴ്സ് ആണെങ്കിലും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങളുടെ ടാക്സ് അഡ്വൈസറിനെ കാണുക. പിന്നെ നിങ്ങൾക്ക് ITR ഫയൽ ചെയ്യാൻ തല പുകയ്ക്കേണ്ട കാര്യമില്ല. ബിക്കോസ് നീതു ഓൺ സ്റ്റേജ് ITR ഫയലിംഗ് സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 9349534373. അപ്പം നാളെ കാണാം. ബൈ.